ഡോണ ഈ ബിൽഡിംഗ് കണ്ടിട്ടുണ്ടോ? ഇത് ട്രിവാൻഡ്രത്തെ ലാൻഡ് മാർക്ക് ആണെന്ന് അറിയാം. കൂടുതൽ അതിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കോഫി ഹൗസ് ആണ്. പുറത്തു നോക്കി കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ ഒരു സാമ്യതയെ തോന്നത്തില്ല. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത്. നമുക്കൊരു ആർക്കിടെക്ട് എന്നൊരു നിലയിൽ അല്ലെങ്കിൽ ഒരു ട്രിവാൻഡ്രത്തിൽ ഇപ്പോൾ ഒരാൾ ആദ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കൗതുകത്തോടെ നോക്കി പോകുന്ന ഒരു ബിൽഡിംഗ് ആണ്. സിറ്റുവേറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ അതേപോലെ KSRTC ടെർമിനൽ ഇടയിലായിട്ടാണ്. അല്ലെങ്കിൽ ഒരു പീപ്പിൾ ഗ്യാദർ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് ഓഫ് ദ സിറ്റിയിലുള്ള ഒരു ബിൽഡിംഗ് ആണ് ഈ പറയുന്നത്. ലോറി ബേക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്ട് ആണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഈ ഒരു ബ്രിട്ടീഷ് ബോൺ ഇന്ത്യൻ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ട് ആണ്. പുള്ളിയുടെ ഒരു സ്റ്റൈൽ, ആർക്കിടെക്ട് സ്റ്റൈൽ എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ബ്രിക്ക് ആൻഡ് ലൈൻ യൂസ് ചെയ്തിട്ടാണ് കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റൈലാണ് പുള്ളിയുടെ ബിൽഡിങ്സ് അല്ലെങ്കിൽ ബ്രിക്ക് ആൻഡ് ലൈൻ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റൈലും കാര്യങ്ങളുമാണ് പുള്ളി ഈ പറഞ്ഞ പുള്ളിയുടെ ഡിസൈൻസിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് അയാൾ ലൈൻ യൂസ് ചെയ്തത്? സിമെന്റ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നല്ല, നമുക്ക് ഈ ഫ്ലോർ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ട്രക്ചറൽ കമ്പോണൻസ് ഉണ്ടാക്കാനായിട്ട് പുള്ളി ഈ പറഞ്ഞ സിമെന്റ് യൂസ് ചെയ്തിട്ടേ ഒക്കത്തുള്ളൂ. ഈ പറഞ്ഞ ലൈമാണ്. അതൊന്നും ഈ പറഞ്ഞ പോലെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് പുള്ളിയുടെ ഡിസൈൻസ് വരുന്നത്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ പുള്ളി നോർമലി വിൻഡോസും കാര്യങ്ങളും ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. നമുക്ക് ഈ പറഞ്ഞ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അതിനകത്ത് വിൻഡോസ് ഇല്ല. നമുക്ക് ആ ഡിസൈനിനകത്ത് വരുന്ന കുറെ വെന്റിലേഷൻസ് ആണ്. ആ പറഞ്ഞ എയർ ഫ്ലോ നടക്കാനായിട്ട് ലൈറ്റിങ്ങിനും കാര്യത്തിനായിട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. നിങ്ങൾ ഈ ട്രിവാൻഡ്രത്ത് ഇതുപോലുള്ള ബ്രിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ചെയ്യും.